അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അന്നഹ്ലത്തുൽ ഇന്തിബാഹിയ അറിവുകൾ നുകരാം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് അൽ ഫർഖു ബൈനൽ ഹൗനി വൽ ഹൂനി. ഹൗന് ഹൂന് തമ്മിലുള്ള വ്യത്യാസമാണ്. ഹൗന് ബി ഫത്ഹിൽ ഹ, ഹാഇന് ഫതഹ ആകുമ്പോൾ അർത്ഥം അസക്കീനത്തു വൽ വഖാറ വൽ ഖിഫത്തു എന്നൊക്കെയാണ്. അത് സമാധാനം, അതുപോലെ ഗാംഭീര്യം, അതൊക്കെയാണ് അർത്ഥം. സക്കീനത്ത് അതൊക്കെയാണ് അർത്ഥം. ശാന്തത എന്നൊക്കെയാണ്, വിനയാനിത്യത്വം അതൊക്കെയാണ് അർത്ഥം. ഇബാദുർ റഹ്മാൻ ലദീന യംശൂന അലൽ അർളി ഹൗന, സൂറത്തുൽ ഫുർഖാനിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ആയത്താണ്. അപ്പോൾ അവർ വളരെ മാന്യമായി, വളരെ വിനയാനിത്യത്തോട് കൂടിയിട്ട് എന്നൊക്കെ അർത്ഥമാണ്. സക്കീനത്ത്, വഖാർ, ഗാംഭീര്യത്തോട് കൂടിയിട്ട് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഹൗന. ഓക്കെ, അപ്പോൾ സൂറത്തുൽ ഫുർഖാനിലെ 63-ാമത്തെ ആയത്താണിത്. ഇനി ഹൂന് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൂൻ എന്ന് പറഞ്ഞാൽ എന്നാണ്, അതായത് നിന്യത, അപമാനം എന്നുള്ള അർത്ഥത്താണ്. അത് സൂറത്തു നഹ്ലിലെ 59-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയംസികുഹു അലാ ഹൂനിൻ അം യദ്സുഹു ഫിത്തുറാബ്. അപ്പൊ ഇവിടെ പെൺകുട്ടികൾ പിന്നെ ജനിച്ചാൽ ഉണ്ടാവുന്ന, പിന്നെ അന്നത്തെ അവിടുത്തെ ജാഹിലിയ കാലഘട്ടത്തെ ആളുകളുടെ അവസ്ഥ പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താണ്, അവർക്ക് പെൺകുട്ടികൾ ജനിച്ചാൽ അവര് അപമാനത്തോട് കൂടിയിട്ട്, നിന്യതയോട് കൂടിയിട്ട് ആ പെൺകുട്ടിയെ ജീവിപ്പിക്കാൻ വിടണോ, അതല്ല ജീവനോടെ കുഴിച്ചു മൂടണോ, മണ്ണിൽ കുഴിച്ചു മൂടണോ എന്ന് അവരിങ്ങനെ ഇതാക്കും. അവര് ജനങ്ങളിൽ നിന്നും പിന്നെ എന്താണ് ഒഴിഞ്ഞു മാറും, മറഞ്ഞു നിൽക്കും എന്നൊക്കെ പറഞ്ഞാണ്ട് അള്ളാഹു പറയണം. അപ്പൊ ഇവിടെ ഹൂന് എന്ന് പറഞ്ഞാല് ഇവിടെ അർത്ഥം എന്താ? ഇവിടെ അർത്ഥം നിന്യത, അപമാനം എന്നുള്ളതാണ്. അപ്പൊ ഹൂന് എന്ന് പറഞ്ഞാല് നിന്യത, അപമാനം. ഹൗന് എന്ന് പറഞ്ഞാല് എന്താണ്? ഗാംഭീര്യം, അതുപോലെ തന്നെ ശാന്തത, ഒക്കെ ഒരു അർത്ഥത്തിലാണ് ഹൗന് എന്നുള്ള വാക്ക് വിനയാനിത്യം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ.